പറയുന്നത് അസൽ വർഗീയ വർത്തമാനമാണെന്ന് എനിക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ജാളിത ചളിപ്പ് എൻ്റെ മുഖത്തുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു പോട്ടെ, ഇതിങ്ങനെയാണെങ്കിലോ എന്നൊരു ഡൗട്ടാണ് ഞാൻ നിങ്ങളോട് ഈ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര ഉദ്ഘാടനം നടക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു. വളരെ സ്വാഭാവികമായിട്ടും അങ്ങനെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വേണം. ആ പരിവാരങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ. എല്ലാത്തിനും ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി പോകേണ്ടതാണ്. ഉദ്ഘാടനത്തിന് സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുത്തെ PWD മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ളത് അവരുടെ വിവരക്കേടായിട്ട് നമുക്ക് മാറ്റിവെക്കാം. കാരണം ഈ ദേശീയപാത അതോറിറ്റിയുടെ ഫലകത്തില് കൃത്യമായിട്ടും നമ്മുടെ PWD മിനിസ്റ്ററുടെ പേരുണ്ടാവും. PWD മിനിസ്റ്റർ പേരുണ്ടെന്നേ കൃത്യമായിട്ടുണ്ട്. അപ്പോ അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പുറത്ത് നടന്നത് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ റോഡാണ്, ഞങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ചുമതലയാണ് എന്നൊക്കെ രീതിയിലാണ്. ഇതിന്റെ പുറകിലൊക്കെ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വർഗീയത ആദ്യമേ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരാം. നോക്കൂ, നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ചന്ദ്രശേഖരനും പിന്നീട് വേറെ ഉള്ളത് സുരേഷ് ഗോപിജിയും അടക്കമുള്ള കുറെ ഹിന്ദുക്കളുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു റിയാസ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് കയറിയിരിക്കുക എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ്. നമുക്കല്ല, അവർക്ക് അങ്ങനെ ആയിക്കൂടെ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അതിന് തേച്ചു മായ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവര് പലവിധ കാരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്, മരുമോനെ കൂടി ക്ഷണിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പിടിച്ചു കൊത്തും. അതിൽ കൊത്തിയിട്ട് ഈ മരുമോൻ വിളിയെ, അങ്ങനത്തെ ഒരു അപഹാസ്യതയെ നമ്മൾ എതിർക്കുവാനും, നിങ്ങൾ എതിർക്കുന്നത് പോലെ ഒരു മരുമോൻ വിളിയിൽ അങ്ങോട്ട് മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം, ആ ഒരു മിനിസ്റ്റർ എന്നും നമ്മൾ പറയാൻ ശ്രമിക്കുകയും നമ്മൾ വിഷയത്തിൽ നിന്ന് ഇവർ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില വർഗീയ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുകയും ചെയ്യും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, എനിക്കിത് പറയുന്നുള്ള എല്ലാ ജാളിതയും ഞാൻ മനസ്സിൽ കൊണ്ടുവച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും പക്ഷെ നമ്മൾ എന്താ ചെയ്ത്, എന്താണ് റിയാസ് എന്നും അത് എങ്ങനെയാണ് ഒരു മിനിസ്റ്റർ എന്ന രീതിയിലൊക്കെ ശോഭിക്കുന്നതൊക്കെ നമ്മൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ആദ്യം ഇത് പറയാം, മുഹമ്മദ് റിയാസ് മന്ത്രിയായ കാലത്ത് തുടങ്ങിയ മുറുമുറുപ്പാണിത്. മരുമകനാണത്രേ. കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കൊടിപിടിച്ചു തുടങ്ങിയതാണ് മുഹമ്മദ് റിയാസ്. 8ാം ക്ലാസ് കാലത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്. അതുമുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിത്വം വരെ, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ പല പദവികൾ. 2 തവണ നിയമസഭാംഗത്വം, കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മരുമകൻ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് പറഞ്ഞു തീർക്കാൻ അര ദിവസം വേണം. PM മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഓടിളക്കിയാണ് എല്ലാവരും മന്ത്രിയാകുന്നത് എന്ന് ധരിച്ചു പോയാൽ അത് അനുഭവ പരിമിതിയാണ്. പിന്നെ ദേശീയപാത, ഏറ്റവും ചുരുക്കം കേരളത്തിനറിയാം അത് എങ്ങനെയുണ്ടായി എന്ന്. 5580 കോടിയാണ് കേരളത്തിന് നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചത്. അതിന്റെ ഉദ്ഘാടന വേദിയിൽ ആർക്കൊപ്പവും ഇരിക്കാൻ അർഹതയും അധികാരവും ഉണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക്. അല്ലെങ്കിലുള്ള മറുപടി ഇതാണ്, എന്നാ നിങ്ങൾ അങ്ങ് നടത്തിക്കോ. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്ന ആ ഒരു സംഗതി ആയിരിക്കും ഏറ്റവും നന്നാവും എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ ആ ഒരു ഞാൻ വർഗീയത എന്നാണ് ഉദ്ദേശിക്കുന്നില്ല. അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ കൃത്യമായിട്ടും ചില സംഗതികളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് അവര് മെല്ലെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. ഇതിപ്പോ ആ ഒരു സംഗതിയെ തേച്ചു മായ്ക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് കഷ്ടപ്പെടുന്നുണ്ട്. നോക്കൂ, നമ്മൾ എന്താ വിചാരിച്ചത്, എയിംസിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുന്നോ? എയിംസിനെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എന്തായാലും സുരേഷ് ഗോപി ചേട്ടന്റെ വാക്കുകളൊക്കെ, ആധാർ കാർഡൊക്കെ ഇന്നലെ എന്നെ 4 സ്ഥലത്താണ് ആധാർ കാർഡ് ചോദിച്ചത്. അപ്പൊ എന്റെ കൂടെ നിന്നവര് പറഞ്ഞു MOS ആണ് എന്ന് പറഞ്ഞപ്പോ ഹമേ ദേഖ്നാ ഹൈ എന്നാണ് അവര് പറഞ്ഞത്. സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് ഇത് അത്ര എളുപ്പമൊന്നുമല്ല പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് അങ്ങനെ എത്താൻ. അത്തരം പരിപാടിയിലേക്ക്, ഒരു ഡയസിലേക്ക് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് വലിഞ്ഞു കയറി ചെല്ലാനൊന്നല്ല മുഹമ്മദ് റിയാസ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്നത്. എന്തേ കേരളം വിട്ടുനിന്ന്? കൃത്യമായ കാരണമില്ലേ? കേരളം എന്തുകൊണ്ടാണ് വിട്ടുനിന്നത്? മുഖ്യമന്ത്രിയെ മാത്രമല്ല ക്ഷണിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട റോഡുമായി ബന്ധപ്പെട്ട PWDയുടെ മിനിസ്റ്റർ കൂടി ആ സദസ്സിൽ ഉണ്ടാവേണ്ടതാണ്. 590 കോടിയോളം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇവിടെ ഒരു റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കാനും വേണ്ടി പണം ചെലവഴിച്ച ഏക സംസ്ഥാനം ചിലപ്പോ അത് നമ്മുടെ കേരള ഗവൺമെന്റ് ആയിരിക്കും. ആ ഒരു സ്ഥലം എടുപ്പിന്റെ പേരിൽ ലക്ഷങ്ങൾ കിട്ടിയ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ആ സ്ഥലം എടുത്തതിന്റെ പരിസര പ്രദേശത്തുള്ള വീടുകളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കിയാൽ മതി. ഒരാൾ പോലും കരയുന്നില്ല, കൊടി പിടിക്കുന്നില്ല. അവർക്കെല്ലാം ആവശ്യത്തിലേറെ പണം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നതർത്ഥം. ഇനി സംഗതികൾ അതും പോട്ടെ. ഇനിയിപ്പോ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടിട്ട് പണം അങ്ങോട്ട് മുടക്കിയിരിക്കുന്നതാണ്. അല്ല, ഈ ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ കാർ എടുത്തിട്ട് ഈ ഒരു റോഡ് വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ മിനിമം 2, 3, 4 ടോളിൽ നമ്മൾ കുടുങ്ങും. ആ ടോളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോൾ അക്കൗണ്ടിൽ നിന്ന് എത്ര തുക വെച്ചിട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു തുകയിൽ കൂടിയാണ് ഈ ഒരു പൈസ ഇതിനു വേണ്ടി പണം ചെലവഴിച്ച കമ്പനി എടുക്കുന്നത്. അതെത്ര മാസം, എത്ര വർഷം, എത്രത്തോളം വർഷങ്ങൾ എന്നൊരു പിടുത്തവുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില റോഡുകളൊക്കെ തകർന്ന് തരിപ്പണായിട്ടും അതിന്റെ തുടക്കത്തിൽ ഇത്തരം ടോൾ ബൂത്തുകൾ ഇപ്പോഴും പൊളിക്കാതെ കിടക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വളരെ പതുക്കെ എന്നോണായിരിക്കും നമ്മളിൽ നിന്ന് അവർ പണം പിടിച്ചുകൊണ്ട് പോവുക. അല്ലാതെ അവർ നേരിട്ടിട്ട് 5 പൈസ മുടക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സുരക്ഷിപ്പിച്ചായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കും, എനിക്ക് പോലും അവിടേക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. പക്ഷേ അവരല്ല കയറേണ്ടത്. കയറേണ്ട അർഹതപ്പെട്ട ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അവരെ കേട്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വർഗീയതയുടെ പേരിൽ ആ ഒരു സദസ്സിൽ അത്തരമൊരു മുസ്ലിം നാമധാരി പോലും വേണ്ട എന്നുള്ള ചിന്തയുടെ പേരിലായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. ബൈ.